ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जन भागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जन भागीदारी का हम बार बार अनुभव कर रहे हैं. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000-ന് ശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഴിഞ്ഞി പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തെരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ-അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.